പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഇന്ന് രാവിലെ 11 മണിക്ക് ജില്ലാ വരണാധികാരി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. സച്ചിൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം എന്ന് പറയുന്നത്. എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള യാത്രയും ഒപ്പം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മണ്ഡലത്തിൽ? വിനിഷ, പാലക്കാട് മണ്ഡലം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഇന്ന് രാവിലെ 11 മണിക്കാണ് ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, അതുപോലെ തന്നെ മന്ത്രി MB രാജേഷ്, സംസ്ഥാന നേതാക്കളായ NN കൃഷ്ണദാസ്, ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തുടങ്ങിയവരടക്കം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എ വിജയരാഘവനൊപ്പം ഇന്ന് കളക്ട്രേറ്റിൽ എത്തിച്ചേരും. നഗരത്തിൽ നിന്ന് പ്രകടനമായിട്ടാണ്, കളക്ട്രേറ്റ് വരെ പ്രകടനമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കൂടിയായിട്ടുള്ള എ വിജയരാഘവൻ എത്തുക. വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് LDF സ്ഥാനാർത്ഥി എ വിജയരാഘവന് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭാഗങ്ങളിലും കർഷകരും അതുപോലെ തന്നെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ അടക്കമുള്ള പ്രചാരണം വലിയ സ്വീകാര്യതയാണ് LDF സ്ഥാനാർത്ഥിക്ക് ഇതുവരെ നൽകിയിട്ടുള്ളത്. 3ാം ഘട്ട പര്യടനത്തിലാണ് എ വിജയരാഘവൻ ഇപ്പോൾ ഉള്ളത്. LDFൻ്റെ വലിയൊരു മികച്ച മുന്നേറ്റം കഴിഞ്ഞ തവണ പാലക്കാട്ടെ വോട്ടർമാർക്ക് UDFനെ വിജയിപ്പിച്ചതിലൂടെ പാലക്കാട് നഗരത്തിനോ അല്ലെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനോ യാതൊരു വികസനവും നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പ്രചരണത്തിലടക്കം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എ വിജയരാഘവൻ്റെ പ്രചരണാർത്ഥം CPM-ൻ്റെ ഉന്നത നേതാക്കളും LDFൻ്റെ മറ്റ് നേതാക്കളും മണ്ഡലത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് 5ാം തീയതിയാണ് മണ്ഡലത്തിൽ എ വിജയരാഘവൻ്റെ പര്യടനത്തിൻ്റെ പ്രചാരണത്തിന് ഭാഗമായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ വനിതകൾ, അതുപോലെ തന്നെ ഇത്തവണ JNUവിൽ ജയിച്ച വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളടക്കം പാലക്കാട് എ വിജയരാഘവൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. വലിയൊരു മുന്നേറ്റമാണ് പാലക്കാട് ജില്ലയിൽ LDF ഇതുവരെ കാണിച്ചത്. നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സാധിക്കുമെന്ന കൃത്യമായ രാഷ്ട്രീയവും കൃത്യമായ വികസന ആശയങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എ വിജയരാഘവൻ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനിഷ. ശരി സച്ചിൻ, എ വിജയരാഘവൻ പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഇന്ന് രാവിലെ 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങളൊക്കെയാണ് സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് പങ്കുവച്ചത്.